അമൃതംപൊടിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ഇപ്പം തന്നെ തയ്യാറാക്കട്ടോ. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇത് ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കായ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പഞ്ചസാരയും ഏലക്കായും കൂടി ഒന്ന് കൂട്ടി പൊടിച്ചതാട്ടോ. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അമൃതംപൊടിൻ്റെ ആ ഒരു ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് പഞ്ചസാര ഒട്ടും ചേർത്ത് കൊടുക്കണില്ല. കാരണം അമൃതംപൊടിയിൽ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചേർത്ത് കൊടുക്കാതെ കൊണ്ട് തന്നെ ഒരു നേരിയ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ചേർത്തെടുത്തോളി. ഇനി നമുക്ക് അമൃതംപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലോട്ട് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാൻ. അമൃതംപൊടിക്ക് ഒരു കറക്റ്റ് അളവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഇത് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാൻ പാകത്തിന് ഇട്ടെടുക്കണം. മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ തടവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാടായിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ അത് ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം ഇത് അമൃതംപൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഉള്ളിൽ വെന്ത് കിട്ടും ചെയ്യൂല. അപ്പോൾ ഞാൻ 3 വെച്ചാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എത്ര വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരു ഭാഗം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് എണ്ണ ഒന്നും വേണ്ട കേട്ടോ. മാത്രമല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് 2 ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരിക്കലും ഇത് അമൃതംപൊടി കൊണ്ട് ഉണ്ടാക്കിയതെന്ന് തന്നെ തോന്നൂല കേട്ടോ. കാരണം നമ്മൾ വെട്ടുക്കേക്കൊക്കെ കഴിക്കില്ല, അതുപോലത്തെ ടേസ്റ്റ് ആട്ടത്. അമൃതംപൊടി കൊണ്ട് ഞാൻ ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇത് അമൃതംപൊടി കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും അതേപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.